നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. അറുപത്തിരണ്ട് വയസ്സുള്ള ഒരു സ്ത്രീയുമായിട്ട് അവരുടെ മക്കൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് പറഞ്ഞൊരു പരാതി, കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് ഉറങ്ങുന്നില്ല, സങ്കടമാണ്, ഭക്ഷണം കഴിക്കുന്നില്ല, വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഒരു സാധാരണ വിഷാദ രോഗം എന്നുള്ള രീതിയിൽ വിചാരിച്ചു. പക്ഷേ നമ്മൾ നോക്കുമ്പോഴേക്കും അവരുടെ കൈകളിങ്ങനെ വല്ലാതെ വിറയ്ക്കുന്നുണ്ട്. ഞാൻ എന്താണ് അവരുടെ വിഷമത്തിൻ്റെ കാരണമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നടക്കുമ്പോൾ വിറയ്ക്കുന്നു, വീണു പോകുമെന്ന് തോന്നുന്നു, അതുകൊണ്ട് തന്നെ കാലുകൾ ഉയർത്തി വെച്ച് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നിരക്കിയാണ് നടക്കുന്നത്, കൈകളും വിറയ്ക്കുന്നു. അപ്പോൾ ഞാൻ അവരോട് ഒന്ന് വിശദമായി കാര്യങ്ങൾ ചോദിച്ചു. അവരെ ഒന്ന് പരിശോധിച്ചപ്പോൾ മനസ്സിലായത്, ഈ കൈകളിങ്ങനെ വല്ലാതെ വിറയ്ക്കുകയാണ്. ഈ വലത്തെ കൈ കൂടുതൽ ശക്തമായി വിറയ്ക്കുന്നു, വലത്തെ കാലും വിറയ്ക്കുന്നുണ്ട്, ഇടത്തെ കൈക്ക് അത്ര ശക്തമായി വിറയലില്ലെങ്കിലും വിറയലുണ്ട്. ഇത് എത്ര കാലമായി എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്ട് ഒരു കൊല്ലത്തിൽ കൂടുതലായിട്ട് ഈ വിറയലുണ്ട്. കൈകളിലെ കാലുകളിലേക്ക് പേശികളൊരു ബലം പിടുത്തം പോലെ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അതുപോലെ ചലനങ്ങളെല്ലാം മന്ദഗതിയിലായിരിക്കുന്നു. ഇത് വിശദമായ പരിശോധനയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പാർക്കിൻസോണിസം എന്ന് പറയുന്നൊരു ചലന വൈകല്യമാണ്. ഈ പാർക്കിൻസോണിസം എന്ന് പറയുന്ന വയോജനങ്ങളെ സർവ്വസാധാരണമായി ബാധിക്കുന്നൊരു ചലന വൈകല്യമാണ്. 3 ലക്ഷണങ്ങളാണ്. ഒന്ന്, വിറയലാണ്. അപ്പോൾ മിക്കവാറും ഏതെങ്കിലും ഒരു സൈഡ് വിറച്ചു തുടങ്ങും. ഇപ്പോൾ വലത്തെ കൈ അല്ലെങ്കിൽ ഇടത്തെ കൈ, ഒരു സൈഡിലായിരിക്കും വിറയൽ ആരംഭിക്കുന്നത്. പിന്നെ അതേ സൈഡിലെ കാലിലേക്ക് വരും, പിന്നീട് ക്രമേണ മറുവശത്തേക്ക് മറ്റേ സൈഡിലേക്കൂടെ ആ വിറയൽ വ്യാപിച്ചു വരും എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ വിറയൽ വരുന്നതിനൊക്കെ വളരെ മുൻപേ തന്നെ ഈ കയ്യക്ഷരം ചെറുതാവുന്നൊരവസ്ഥ വരും. ഈ കയ്യക്ഷരം ചെറുതാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ വലിയ കയ്യക്ഷരത്തിൽ എഴുതണമെന്നുണ്ടെങ്കിൽ ഒട്ടും വിറയലുണ്ടാകാൻ പാടില്ല കൈവിരലുകൾക്ക്. കൈവിരലുകൾ വിറച്ച് തുടങ്ങുമ്പോൾ ആദ്യം ഈ കയ്യക്ഷരം മോശമാവും. അപ്പോൾ കയ്യക്ഷരം മോശമാകുമ്പോൾ വലുതായി എഴുതി കഴിഞ്ഞാൽ ഈ അക്ഷരം മോശമാവുന്നത് കൊണ്ട് തന്നെ ഈ ചെറുതായി എഴുതി കഴിഞ്ഞാൽ ആ വിറയൽ മൂലം കയ്യക്ഷരം മോശമാകില്ല. അതിനുള്ള ഒരു പ്രതിരോധ സംവിധാനമാണ്, ഒരു ഡിഫൻസ് മെക്കാനിസമാണ് ഈ കയ്യക്ഷരം ചെറുതാവും. അതായിരിക്കും ആദ്യം കാണും. അതും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഈ വിറയൽ തുടങ്ങുന്നത്. വിറയലിനോടൊപ്പം തന്നെ ഈ കൈകാലുകളിലെ പേശികളുടെ ബലം കൂടുന്ന റിജിഡിറ്റി എന്ന് പറഞ്ഞൊരു അവസ്ഥ വരും. അതുപോലെ ചലനങ്ങളുടെ എല്ലാം വേഗത കുറയുന്ന ബ്രാഡിക്കൈനേസിയ എന്ന് പറഞ്ഞൊരു സംഗതി, ചിന്തകളുടെയും വേഗത ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറയും. ചില വ്യക്തികൾക്ക് ഈ ഇരിക്കുമ്പോൾ വീണു പോകുന്നു, അല്ലെങ്കിൽ നടക്കുമ്പോൾ ആടിപ്പോകുന്നു, ശരീരത്തിൻ്റെ ബാലൻസ് തെറ്റുന്ന പോലത്തെ അവസ്ഥകൾ വരും. മുഖമാണെങ്കിൽ ഒരു നിർവികാരമായിട്ട് ഈ ഒരു മുഖം മൂടി വെച്ച മുഖം പോലെ എന്ന് വേണമെങ്കിൽ പറയാം, നിർവികാരമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നൊരു അവസ്ഥ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് പാർക്കിൻസോണിസത്തിൻ്റെ അവസ്ഥ. ഈ പാർക്കിൻസോണിസം കുറേ പഴകിക്കഴിഞ്ഞാൽ അതിനനുബന്ധമായിട്ട് ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ രോഗം വരാം. പലപ്പോഴും നമ്മുടെ നാട്ടിലൊരു പ്രശ്നമുണ്ട്, ഈ ഏജിസം, AGEISM എന്നൊരു സംഗതിയുണ്ട്. ഏജിസം എന്ന് പറഞ്ഞാൽ പ്രായമായി കഴിഞ്ഞാൽ കുറേ സാധനങ്ങളൊക്കെ വരും, അതിന് ചികിത്സയൊന്നും വേണ്ട, സഹിക്കുക. ഇതാണ് ഏജിസം എന്ന് പറയുന്നത്. ഇപ്പോൾ പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, മധ്യ തിരുവിതാംകൂറിൽ ഞങ്ങളുടെ നാട്ടും പുറത്തൊക്കെ 60 കഴിഞ്ഞാൽ പിറുപിറുക്കും ഒരു പരാമർശം ഉണ്ടായിരുന്നു. 60 കഴിഞ്ഞാൽ പിറുപിറുക്കും എന്ന് പറഞ്ഞാൽ 60 കഴിഞ്ഞ പലർക്കും മറവി രോഗം വരും. ഈ മറവി രോഗത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ ചെവിയിൽ അശരീരി കേൾക്കുന്ന പോലെയുള്ള മിഥ്യാ അനുഭവങ്ങൾ വരും. അപ്പോൾ അതിന് മറുപടിയായിട്ട് അവരിരുന്ന് പിറുപിറുക്കും. പക്ഷേ അതിന് മറ്റുള്ളവർ പറയുന്നതെന്ന് പറഞ്ഞാൽ, പിറുപിറുക്കാൻ തുടങ്ങിയെങ്കിൽ പിന്നെ ഇനി അധിക നാൾ ആയുസില്ല, അതാണ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതേപോലെ ഈ 60 കഴിഞ്ഞ് വരുന്ന ഈ വിറയലും ഇതൊക്കെ പ്രായത്തിൻ്റെ സ്വാഭാവിക സംഗതി, ഇതൊന്നും ചെയ്യേണ്ടതില്ല എന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. ശരിയല്ല. കാരണം ഈ പാർക്കിൻസോണിസം എന്ന് പറയുന്നത് ചികിത്സയിലൂടെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു മസ്തിഷ്ക ജീർണത രോഗമാണ്, ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ്. പലപ്പോഴും ഈ പാർക്കിൻസോണിസം പോലെയുള്ള അവസ്ഥകൾ തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചില്ലെങ്കിൽ അവരുടെ ചലന സ്വാതന്ത്ര്യം നഷ്ടപ്പെടും, അവർക്ക് ജോലി ചെയ്യാനുള്ള കഴിവ് കുറയും. അങ്ങനെ കുറയുമ്പോഴേക്കും അവർക്ക് വിഷാദം വരും, ഉറക്കം കുറയും, ചിലപ്പോൾ ആത്മഹത്യാ പ്രവണത വരെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാർക്കിൻസോണിസം പോലെയുള്ള കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ ഇത് തലച്ചോറിലെ നൈഗ്രോസ്ട്രയേറ്റ് ട്രാക്റ്റ് എന്ന് പറഞ്ഞൊരു മേഖലയുണ്ട്. അവിടെയുള്ള ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തു കുറയുന്നതാണ് പലപ്പോഴും ഈ പാർക്കിൻസോണിസത്തിൻ്റെ കാരണമായി വരുന്നത്. അതേപോലെ അസറ്റൈൽ കോളിൻ എന്ന് പറഞ്ഞ മറ്റൊരു രാസവസ്തുവിൻ്റെ അളവ് കൂടുകയും ചെയ്യും. അപ്പോൾ ഇതുമൂലമാണ് ഈ ചലന വൈകല്യങ്ങളും വിറയലും ബാലൻസ് ഇല്ലായ്മയൊക്കെ വരുന്നത്. അപ്പോൾ ഈ രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന വളരെ ഫലപ്രദമായ മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൽ ക്രമേണ മാറ്റം വരും.
അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഈ രോഗം തുടങ്ങി അധികം പഴകാതെ തന്നെ ചികിത്സിച്ച് തുടങ്ങിയാൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാം. വർഷങ്ങളോളം ഇത് വഷളാകാതെ ഇതിൻ്റെ ലക്ഷണങ്ങൾ വരാതെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താം. പക്ഷേ പൂർണ്ണമായി ഭേദപ്പെടുത്താൻ പറ്റില്ല, നിയന്ത്രിച്ച് നിർത്താൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. അപൂർവം ചില വ്യക്തികളിൽ ഈ കൃത്യസമയത്തൊന്നും ചികിത്സ എടുക്കാതെ പോകുന്നത് മൂലം ഇതങ്ങ് വല്ലാതെ വഷളാവും. വല്ലാതെ വഷളായി കഴിഞ്ഞാൽ ഒട്ടും നടക്കാൻ പറ്റുന്നില്ല. കാരണം എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ തന്നെ ബാലൻസ് തെറ്റിപ്പോകുന്ന അവസ്ഥ, നിരക്കി മാത്രമേ പോകാൻ പറ്റൂ, വല്ലാതെ വിറയ്ക്കുന്നു, ഒരു കയ്യിലൊരു ഗ്ലാസ് പോലും എടുക്കാൻ പറ്റുന്നില്ല, തീവ്രമായ അവസ്ഥ. പല ആളുകളും പറയാറുണ്ട്, പലതരം ചികിത്സാ രീതികളും ശ്രമിച്ചു നോക്കി, ന്യൂറോളജിസ്റ്റിനെ കണ്ട് ചികിത്സയെടുത്തു, ആയുർവേദ ചികിത്സയെടുത്തു, ഹോമിയോ ചികിത്സയെടുത്തു, സിദ്ധ ചികിത്സയെടുത്തു, പ്രകൃതി ചികിത്സയെടുത്തു, മറ്റ് പലതരം ചികിത്സകളും നോക്കി, എന്നിട്ടൊന്നും മാറുന്നില്ല. അപ്പോൾ റെസിസ്റ്റൻറ്റ് പാർക്കിൻസോണിസം എന്ന് പറയും. ഈ റെസിസ്റ്റൻറ്റ് പാർക്കിൻസോണിസം പോലത്തെ അവസ്ഥകളിൽ ഒരു തലച്ചോറിൽ ചെയ്യുന്ന ഒരു ലഘുവായൊരു ശസ്ത്രക്രിയയുണ്ട്, ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്നൊരു സംഗതിയുണ്ട്. അപ്പോൾ ഈ ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞാൽ ഈ തലച്ചോറിൽ ഒരു ഇലക്ട്രോഡ് വെച്ചിട്ട് ഈ ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്ന ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക മേഖലയെ ഒന്ന് ഉത്തേജിപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോഴേക്കും ഈ വിറയലും ശരീരത്തിൻ്റെ മന്ദതയും ഈ പേശികളുടെ ബലക്കൂടുതലുമൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഒരു 2 മുതൽ 3 വർഷം വരെ അതിൻ്റെ ഈ ശാരീരികമായ ലക്ഷണങ്ങൾ പിന്നെ വഷളാകാതിരിക്കാൻ സഹായിക്കും. ഇപ്പോൾ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഈ ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ ചികിത്സാ രീതികൾ ലഭ്യമാണ് താനും. അപ്പോൾ തീർച്ചയായിട്ടും പാർക്കിൻസോണിസം നമ്മൾ തുടക്കത്തിലേ തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. മറിച്ചത് അവഗണിച്ച് ചികിത്സിക്കാതെ അത് വാർദ്ധക്യത്തിൻ്റെ സഹജമായ ലക്ഷണമായിട്ടങ്ങ് അവഗണിച്ചു വിട്ടാൽ പലപ്പോഴും ഇത് അനുബന്ധമായ വിഷാദ രോഗങ്ങൾ പോലെയുള്ള വിഷയങ്ങളിലേക്ക് വഴിതെളിക്കും എന്നുള്ളത് കൂടെ ഓർക്കുക.